ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്. CPM ആവശ്യപ്പെട്ടാലും താൻ മത്സരിക്കില്ലെന്ന് മേയർ. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ പിടിമുറുക്കി ED. പാലേക്കരയിലെ വാഹന ഷോറൂം ഉൾപ്പെടെ 17 ഇടങ്ങളിൽ ED പരിശോധന. തൃശൂർ കോർപ്പറേഷൻ ഫുട്ബോൾ സ്റ്റേഡിയം സൂപ്പർ ലീഗ് കേരള ടീമിനെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് താൽക്കാലിക വിരാമം. മേയർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് വിവാദങ്ങൾക്ക് വിരാമമായത്. മെയിന്റനൻസ് ചെയ്യാൻ മാത്രമാണ് ഗ്രൗണ്ട് മാജിക് FC ക്ലബിന് കൊടുക്കുന്നതെന്ന് മേയർ. വരന്തരപ്പള്ളി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രഷർ രോഗികൾക്ക് നൽകിയ ഗുളിക ഗുണനിലവാരമില്ലാത്തതാണെന്ന് പരാതി. പരാതിയെ തുടർന്ന് ഗുളികയുടെ വിതരണം നിർത്തിവച്ചു. ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവ് ചികിത്സ ലഭിക്കാതെ മരിച്ച സംഭവത്തിൽ വിശദീകരണ കുറിപ്പുമായി റെയിൽവേ. വീഴ്ച പറ്റിയിട്ടില്ലെന്ന വിശദീകരണം. അന്വേഷണത്തിന് നിർദ്ദേശം നൽകി റെയിൽവേ പോലീസ്. കൊയ്ത്ത് കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒന്നാം വിളയുടെ നെല്ല് സംഭരിക്കാൻ സപ്ലൈകോ വൈകുന്നതിൽ കർഷകർ ദുരിതത്തിൽ. തിരുവില്ലാമല പഞ്ചായത്തിലെ പല പാടശേഖരങ്ങളിൽ നെല്ല് സംഭരണം എങ്ങും എത്തിയില്ലെന്ന് കർഷകർ. കായിക അധ്യാപകരുടെ നിസ്സഹകരണം റവന്യൂ ജില്ലാ കബഡി മത്സരത്തിലും പ്രതിഫലിച്ചു. മത്സരങ്ങൾ പൂർത്തിയാക്കിയത് രാത്രി വൈകി. ഞാൻ റിയ. വാർത്തകൾ വിശദമായി. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്. കോർപ്പറേഷന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് താനെന്നും മേയർ. ഈ കൌൺസിലിന്റെ കാലാവധിയിൽ 1500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് തൃശൂർ കോർപ്പറേഷനിൽ നടപ്പിലാക്കിയത്. സ്വതന്ത്രനായി പ്രവർത്തിക്കാനും ഭരിക്കാനും LDF നൽകിയ പിന്തുണ വലുതാണ്. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിച്ചതിന്റെ ഭാഗമായാണ് ഈ കോർപ്പറേഷനകത്ത് ഈ 1500 കോടി രൂപയുടെ വികസനം ചെയ്യാൻ എനിക്ക് പറ്റിയത്. എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും MK വർഗീസ് പറഞ്ഞു. ഞാൻ മത്സരിക്കുന്നില്ല. CPM ആവശ്യപ്പെട്ടാലും ഞാൻ കോർപ്പറേഷനിൽ മത്സരിക്കില്ലെന്ന്. LDFൽ തുടരുമോ, കോൺഗ്രസിലേക്ക് മടങ്ങുമോ, അവസരം ലഭിച്ചാൽ BJPയുടെ നിയമസഭാ സ്ഥാനാർത്ഥിയാകുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പിടിതരാത്ത ഉത്തരമായിരുന്നു മറുപടി. പാർട്ടി എല്ലാം തുല്യമാണ്, പക്ഷെ ആ പ്രവർത്തനമാണ് വിലയിരുത്തൽ. 3 മാസം ഞാൻ ഇത് കഴിഞ്ഞാൽ റെസ്റ്റില്ല, 5 വർഷത്തെ റെസ്റ്റ്. കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുന്നില്ലെന്ന BJPയുടെ ആക്ഷേപത്തെ തള്ളിയ മേയർ MP ആയിരിക്കെ സുരേഷ് ഗോപിയുടെ ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാനത്ത് എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തൃശൂർ കോർപ്പറേഷനിലാണെന്നും വ്യക്തമാക്കി. ഇതുവരെ സുരേഷ് ഗോപി എനിക്ക് MP ആയിരുന്നപ്പോൾ തന്നിട്ടുള്ള 1.5 കോടി രൂപ, അതാണ് ഇപ്പോൾ ശക്തൻ മാർക്കറ്റിനകത്ത് നമ്മളത് പൂർത്തീകരിച്ചു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തൃശ്ശൂർ ജില്ലയിലും അതുപോലെ തന്നെ കേരളത്തിൽ പോലും സുരേഷ് ഗോപി തന്ന ഒരു പ്രൊജക്ട് നടപ്പിലാക്കിയത് ഞാൻ മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മന്ത്രിയായ ശേഷം പദ്ധതികൾ വിഭാവനം ചെയ്യുകയോ അറിയിക്കുകയോ സുരേഷ് ഗോപി ചെയ്തിട്ടില്ല. ഇനിയും കൂടിയാലോചനകൾക്ക് തയ്യാറാണെന്നും മേയർ കൂട്ടിച്ചേർത്തു. നാളിതുവരെ ഒരു MP എന്നുള്ള നിലയ്ക്ക്, മന്ത്രി എന്ന നിലയ്ക്ക് ഒന്നില്ലെങ്കിൽ എന്നെ അങ്ങോട്ട് വിളിക്കുക, അതല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കുക, ഏത് സ്റ്റേജിൽ വന്നിരിക്കാം, നമുക്ക് എന്താണെന്നുള്ള ഒരു സിസ്റ്റം, ഒരു DPR ഉണ്ടാക്കാം, ഒരു പദ്ധതി. ഇന്ന് വരെ എൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ചൂണ്ടലിൽ നിന്ന് ആരംഭിച്ച് ശോഭ സിറ്റിയിൽ വന്ന് കണക്ട് ചെയ്യിപ്പിച്ച് നേരെ അത് കൊണ്ടുപോയി ഷൊർണൂർ റോഡിലേക്കും മണ്ണുത്തിയിലേക്ക് കണക്ട് ചെയ്യുന്ന എലിവേറ്റഡ് ഹൈവേ, അതിന് 3000 കോടി രൂപയാണ്. അതിൻ്റെ ഒരു പ്രൊജക്ട് ഞാൻ നേരിട്ട് ഗഡ്കരിക്ക് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ ഒരു കോപ്പി ഇദ്ദേഹത്തിനും കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം ഫോളോ അപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നും നാളെ ഇതുവരെ ഒന്നും സബ്ജക്റ്റ് ഉണ്ടായിട്ടില്ല. കോർപ്പറേഷൻ പാലസ് ഗ്രൗണ്ട് സൂപ്പർ ലീഗ് കേരള ടീമിന്റെ ഹോം ഗ്രൗണ്ടായി മാത്രമാണ് നൽകിയത്. അതിനപ്പുറം യാതൊരു അധികാരവും കൈമാറിയിട്ടില്ല. ഖേലോ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ടിട്ട് 3 വർഷമായി. എന്നാൽ ഇതുവരെയും നടപടിയായിട്ടില്ല. ഇനിയും കാത്തിരിക്കാൻ കഴിയില്ലെന്നും അതിനാലാണ് ഫുട്ബോൾ ഗ്രൗണ്ട് മാജിക് FCക്ക് ഹോം ഗ്രൗണ്ടായി നൽകിയതെന്നും മേയർ വ്യക്തമാക്കി. ഖേലോ ഇന്ത്യ 3 വർഷം മുമ്പ് ഞങ്ങൾ എടുത്ത തീരുമാനത്തിനകത്ത് ഇതുവരെ ഒരു നടപടിക്രമം ആയിട്ടില്ല. ഈ പറയുന്ന ഫുട്ബോൾ സ്റ്റേഡിയത്തിന് നിൽക്കുന്ന സ്ഥലം വിട്ട് യാതൊരു കാരണവശാലും നമ്മൾ തൊട്ടപ്പുറത്ത് അത് വൈഡായിട്ട് പണിയില്ല എന്നും ഈ പറഞ്ഞ പോലെ ഒരു അധികാരവും അവർക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. അസറ്റ് നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും.
അവർക്ക് ഇവിടെ കളിക്കാനുള്ള ഒരു അംഗീകാരം ഒഴിച്ച് ബാക്കി ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ കളിക്കുന്നവർക്കൊക്കെ കളിക്കുകയും ചെയ്യാം. TCV തൃശൂർ. ഭൂട്ടാൻ കാർ കടത്ത് അന്വേഷിക്കുന്ന ഓപ്പറേഷൻ നിങ്കോറിൽ പരിശോധനയുമായി ED. ദുൽഖർ സൽമാന്റെ 3 വീടുകളിൽ ഉൾപ്പെടെ 17 ഇടങ്ങളിൽ ഒരേ സമയമാണ് ED റെയ്ഡ് നടത്തിയത്. തൃശൂരിൽ പാലിയക്കരയിലെ ബാഡ് ബോയ് ഗ്രൂപ്പിന്റെ ഷോറൂമിലും ED പരിശോധന നടത്തി. ആഡംബര യൂസ്ഡ് കാറുകൾ വിൽക്കുന്ന സ്ഥാപനത്തിൽ നേരത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ, ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ, കാറുകൾ വാങ്ങിയതിന്റെ രേഖകൾ എന്നിവ ED പരിശോധിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഫുട്ബോൾ സ്റ്റേഡിയം സൂപ്പർ ലീഗ് കേരള ടീമിനെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്ക് താൽക്കാലിക വിരാമം. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണവും ഫുട്ബോൾ ഗ്രൌണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മേയർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് പ്രശ്നപരിഹാരമായത്. പാലസ് ഗ്രൌണ്ട് തുടർച്ചയായി 5 വർഷത്തേക്ക് സ്വകാര്യ ക്ലബിന് നൽകാനുള്ള തീരുമാനത്തെ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ സർവകക്ഷി യോഗത്തിൽ എതിർത്തു. അതേസമയം ഗ്രൌണ്ട് മെയിന്റനൻസ് ചെയ്യാൻ മാത്രമാണ് മാജിക് FC ക്ലബിനെ കൊടുക്കുന്നതെന്ന് മേയർ വിശദീകരിച്ചു. സൂപ്പർ ലീഗ് കേരളയിലെ തൃശൂർ മാജിക് FCയുടെ മത്സരങ്ങൾ ഈ മാസം അവസാനം തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടത്താൻ കഴിയുമെന്ന് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ യോഗത്തിന് ശേഷം അറിയിച്ചു. ഇത് സംബന്ധിച്ച് കോർപ്പറേഷനെ വിളിച്ചു ചേർത്ത യോഗം പ്രതീക്ഷ നൽകുന്നതാണെന്ന് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് C. സുമേഷ്, സെക്രട്ടറി കുര്യൻ മാത്യു എന്നിവർ പറഞ്ഞു. വരന്തരപ്പള്ളി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രഷർ രോഗികൾക്ക് നൽകിയ ഗുളികകൾ ചൂയിംഗം പോലുള്ളതാണെന്ന് പരാതി. സെപ്റ്റംബർ മാസത്തിൽ രോഗികൾക്ക് നൽകിയ ഗുളികകളാണ് പൊട്ടിക്കാൻ കഴിയാത്ത രീതിയിൽ റബ്ബർ പോലുള്ളതാണെന്ന് പരാതി ഉയർന്നത്. പകുതി കഴിക്കേണ്ടവർക്ക് ഈ ഗുളികകൾ പൊട്ടിച്ചെടുക്കാൻ കഴിയുന്നില്ലെന്നായിരുന്നു ആക്ഷേപം. ഗുളികകൾ ലഭിച്ചവർ പലരും പരാതിയുമായി എത്തിയപ്പോൾ ഇവ മാറ്റി നൽകിയതായും പറയുന്നു. ഇപ്പോൾ കലവറക്കുന്ന് ആശുപത്രിയിൽ നിന്നാണ് മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം ചെന്ന് മരുന്ന് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു ഗുളികയാണ് എനിക്ക് തന്നത്. ആ ഗുളിക പകുതി വെച്ച് കഴിക്കാൻ പറഞ്ഞു. അത് പൊട്ടിച്ചപ്പോൾ പൊട്ടുന്നില്ല, റബ്ബർ മാതിരിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കത്രി വെച്ച് കട്ട് ചെയ്ത് പകുതി കുടിച്ചു. അന്നൊരു 5-10 ദിവസം ഞാൻ ഈ ഗുളിക കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കെന്നെ തോന്നി ഈ ഗുളിക കുടിച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് മാറ്റി വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി റിപ്പോർട്ട് അവിടെ കൊടുത്തു. അപ്പോൾ അവർ ഈ ഗുളിക കഴിക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരാതി ഉയർന്ന മരുന്നുകളുടെ വിതരണം നിർത്തിവെക്കുകയും ഗുളിക പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇടവേള. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. ട്രെയിനിൽ യുവാവ് കുഴഞ്ഞു വീണു മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി റെയിൽവേ. ചികിത്സ നൽകുന്നതിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്ന് റെയിൽവേയുടെ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. യാത്രക്കാർ വിവരമറിയിച്ചപ്പോൾ തന്നെ ഡിവിഷണൽ കൺട്രോൾ ഓഫീസ് ഇടപെട്ടിരുന്നു. യാത്രക്കാരുടെ ഇടപെടൽ ചികിത്സ നൽകുന്നത് വൈകാൻ കാരണമായതായും റെയിൽവേയുടെ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. അതേസമയം സംഭവത്തെക്കുറിച്ച് റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു. റെയിൽവേ SP ഷഹിംഷയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണം നടക്കുന്നത്. ശ്രീജിത്ത് യാത്ര ചെയ്തിരുന്ന ട്രെയിനിലെ കോച്ചിലെ യാത്രക്കാരിൽ നിന്നും മൊഴിയെടുക്കും. ശ്രീജിത്ത് മരിച്ചത് ഹൃദയാഘാതം മൂലമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തിങ്കളാഴ്ച പുലർച്ചെയാണ് ചാലക്കുടി സ്വദേശി 26 വയസ്സുള്ള ശ്രീജിത്ത് മരണപ്പെടുന്നത്. നെഞ്ചുവേദന അനുഭവപ്പെട്ട ശ്രീജിത്തിനെ മുളങ്ങുന്നത്കാവ് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയെങ്കിലും ആംബുലൻസ് എത്താൻ വൈകി. അരമണിക്കൂറോളം പ്ലാറ്റ്ഫോമിൽ കിടത്തിയ ശ്രീജിത്തിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊയ്ത്തു കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒന്നാം വിളയുടെ നെല്ല് സംഭരിക്കാൻ സപ്ലൈകോ വൈകുന്നതിൽ കർഷകർ ദുരിതത്തിൽ. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് രണ്ടാം വിള ഇറക്കുന്ന പണികൾ നടക്കുമ്പോഴും തിരുവില്ലാമല പഞ്ചായത്തിൽ ഉൾപ്പെടെ നെല്ല് സംഭരണം എങ്ങുമെത്തിയില്ല.
തിരുവല്ലോമല പഞ്ചായത്തിലെ മലേശമംഗലം ചെമ്പൻകോട് പാടശേഖരങ്ങളിൽ 80 ടൺ നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. സപ്ലൈകോ വഴി നെല്ല് സംഭരിക്കുന്ന മില്ലുകളും സർക്കാരും തമ്മിൽ ധാരണയാവാത്തതാണ് നെല്ല് സംഭരണം വൈകുന്നതിന് കാരണം. മയിലുകളുടെയും കാട്ടുപന്നികളുടെയും ശല്യം അതിജീവിച്ച് കൊയ്തെടുത്ത നെല്ലാണ് പലയിടങ്ങളിലെ കൂട്ടിയിട്ടിരിക്കുന്നതെന്ന് പാടശേഖര സമിതി സെക്രട്ടറി കെ ശ്രീകുമാറും പ്രസിഡന്റ് കറുവത്തൊടി ഉമ്മറും പറഞ്ഞു. ഞങ്ങളിപ്പോൾ പകുതിയോളം നെല്ല് ഏകദേശം ഒരു 2-3 കൂട്ടിൻ്റെ നെല്ല് ഏകദേശം ഒരു 5-6 ടണ്ണിന് നെല്ലോളം 16 രൂപയ്ക്കാണ് കൊടുത്തത്. ഓപ്പൺ മാർക്കറ്റിൽ 28 രൂപ തന്നിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്. അപ്പോൾ പൈസേൻ്റെ ബുദ്ധിമുട്ട് കാരണം ഇവിടെ ഉണക്കാനുള്ളതും ഈ പാറയിൽ കൊണ്ടുവന്ന് മയിലിൻ്റെയും പന്നീൻ്റെയും ശല്യം ഒരുപാട് ചാക്കെല്ലാം കുത്തിപ്പൊളിക്കലാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ആൾക്കാർ കളവും കൊണ്ടുപോയിട്ടുണ്ട്. നെല്ല് കഴിഞ്ഞ പ്രാവശ്യം ഒരു 5-6 ചാക്ക് പോയി, ഇപ്രാവശ്യം ഒരാൾ 3 ചാക്ക് ഇപ്പോൾ തന്നെ പോയി കഴിഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ നെല്ല് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ളവർ ചെയ്തു തന്നാൽ വളരെ ഉപകാരമായിരിക്കുന്നതാണ്. പല കർഷകരും പാട്ടത്തിനടുത്താണ് കൃഷി ഇറക്കിയത്. 1 ഏക്കറിന് 10,000 രൂപ വീതമാണ് പാട്ടക്കൂലി. കടമെടുത്തും സ്വർണം പണയപ്പെടുത്തിയുമാണ് കർഷകർ വിളയിറക്കിയിരുന്നത്. കടം താങ്ങാനാവാതെ ഭൂരിഭാഗം പേരും സ്വകാര്യ ഏജൻസികൾക്ക് നിസാര വിലയ്ക്ക് നെല്ല് വിറ്റൊഴിവാക്കി. 28 രൂപയിൽ കൂടുതൽ സപ്ലൈകോ വഴി കർഷകർക്ക് വില ലഭിക്കുമായിരുന്ന നെല്ലിന് സ്വകാര്യ ഏജൻസികൾ 16 രൂപ മുതൽ 20 രൂപ വരെയാണ് നൽകുന്നത്. രാത്രികാലങ്ങളിൽ നെല്ല് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ടെന്നും കർഷകർ പറഞ്ഞു. അടിയന്തരമായി അധികൃതർ ഇടപെട്ട് നെല്ല് സംഭരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, തിരുവല്ലോമല. കായിക അധ്യാപകരുടെ നിസ്സഹകരണം റവന്യൂ ജില്ലാ കബഡി മത്സരത്തിലും പ്രതിഫലിച്ചു. മൂർക്കനിക്കര ഗവൺമെന്റ് സ്കൂളിലാണ് കബഡി മത്സരം നടന്നത്. പെൺകുട്ടികളുടെ 6 ടീമും ആൺകുട്ടികളുടെ 11 ടീമും പങ്കെടുത്ത കബഡി മത്സരം രാത്രി 10 മണിയോടെയാണ് പൂർത്തിയാക്കാനായത്. 2 ദിവസങ്ങളിലായി നടത്തേണ്ട മത്സരം ഒറ്റ ദിവസം കൊണ്ട് നടത്തി അവസാനിപ്പിക്കുകയായിരുന്നു. മത്സരം നടത്താൻ വേണ്ടത്ര കായികാധ്യാപകർ ഇല്ലാതിരുന്നതിനാൽ വിവിധ കോളേജുകളിൽ നിന്നുള്ള കബഡി താരങ്ങളാണ് ഒഫീഷ്യൽസായി പ്രവർത്തിച്ചത്. മത്സരങ്ങൾ രാത്രി വരെ നീണ്ടുപോയതോടെ അതിരാവിലെ എത്തിയ മത്സരാർത്ഥികൾ പലരും ക്ഷീണിതരായി. ഇതിനിടെ ഒഫീഷ്യൽസിൽ എത്തിയ ആളുകൾക്കുണ്ടായ പിഴവുകൾ പലപ്പോഴും തർക്കത്തിനിടയാക്കി. കാണാതായ കുട്ടിയുടെ മൃതദേഹം പള്ളിക്കുളത്തിൽ കണ്ടെത്തി. വട്ടേക്കാട് സ്വദേശി കണ്ടരാശ്ശേരി വീട്ടിൽ സുബൈറിന്റെ മകൻ 14 വയസ്സുള്ള മുഹമ്മദ് റസലാണ് മരിച്ചത്. ഒരുമനയൂർ തെക്കേതലക്കൽ ജുമാഅത്ത് പള്ളിയുടെ കുളത്തിലാണ് മൃതദേഹം കണ്ടത്. സുഹൃത്തുമായി പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു റസൽ. ചൊവ്വാഴ്ച വൈകിട്ട് കുട്ടിയെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. സൈബർ പരിശോധനയിൽ കുട്ടിയുടെ മൊബൈൽ ചുള്ളിപ്പാടം പരിസരത്തെ ടവർ ലൊക്കേഷനിൽ കണ്ടെത്തി. തുടർന്ന് പോലീസും നാട്ടുകാരും പ്രദേശത്ത് തിരച്ചിൽ നടത്തി. പള്ളിക്കുളത്തിന് സമീപം ചെരുപ്പും വസ്ത്രങ്ങളും മൊബൈൽ ഫോണും കണ്ടതിനെ തുടർന്ന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. റസലും കൂട്ടുകാരനും കുളിക്കാൻ വരുന്നതും കൂട്ടുകാരൻ പിന്നീട് ഓടിപ്പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ ലഭിച്ചു. ഇതോടെ ഗുരുവായൂരിൽ നിന്നും ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഫയർഫോഴ്സ് കുളത്തിൽ തെരച്ചിൽ നടത്തിയതിനെ തുടർന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കുളിക്കുന്നതിനിടയിൽ റസൽ കുളത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു. ഇതുകണ്ട കൂട്ടുകാരൻ ഭയന്ന് ഓടിപ്പോയി. വിവരം ആരെയും അറിയിച്ചുമില്ല. TCV ന്യൂസ്, ചാവക്കാട്. മുണ്ടൂരിൽ അപകടകരമായ രീതിയിൽ സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തം. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് റോഡിലെ ഡിവൈഡറിന് മുകളിലൂടെ മറുവശത്തെ റോഡിലേക്ക് ബസ് കടത്തുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ TCV കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്തിരുന്നു. നിയമം പാലിക്കാതെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ മറ്റു വാഹനങ്ങൾക്ക് ഭീഷണി ഉയർത്തിയാണ് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ MDMA വേട്ട. 70 ഗ്രാം MDMAയുമായി മുൻ +2 അധ്യാപകൻ പിടിയിലായി. കണ്ണൂർ സ്വദേശി കോളാത്ത് വീട്ടിൽ രാഖിൽ രവീന്ദ്രനെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂരിൽ നിന്ന് മയക്കുമരുന്നുമായി തൃശൂരിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നപ്പോഴാണ് പിടിയിലായത്. ഓൺലൈൻ ട്രേഡിംഗിലൂടെ 1,08,00,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ മുംബൈ എയർപോർട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മാളിക്കടവ് സ്വദേശി അജിസലാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. ചാലക്കുടി സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ്. ഓൺലൈനിലൂടെ ട്രേഡിംഗ് നടത്തി വൻ ലാഭമുണ്ടാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പ്രതി തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ റൂറൽ സൈബർ പോലീസ് SHO PS സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ച് തൃശൂരിൽ സ്കിൽ പൂരം എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കും.
ശനിയാഴ്ച ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പരിപാടി. വിജ്ഞാന കേരളം ഉപദേഷ്ടാവ് ഡോക്ടർ ടി.എം. തോമസ് ഐസക് വാർത്താസമ്മേളനത്തിലാണ് സ്കിൽ പൂരത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ അധ്യയന വർഷം പഠനം പൂർത്തിയാക്കുന്ന 1,00,000 വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് നൽകുന്നതിനുള്ള ബൃഹത്തായ പദ്ധതിക്കാണ് ശനിയാഴ്ച തൃശൂരിൽ തുടക്കം കുറിക്കുന്നത്. രാവിലെ 8 മുതൽ ആരംഭിക്കുന്ന സ്കിൽ പൂരത്തിന്റെ ഉദ്ഘാടനം 9 മണിക്ക് മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങിനു ശേഷം വിവിധ സെഷനുകൾ നടക്കും. ഓരോ തൊഴിലിനും വേണ്ട നൈപുണ്യ പരിശീലനത്തിനുള്ള കോഴ്സുകൾക്ക് രൂപം നൽകും. ഇവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കും. ഈ കോഴ്സുകൾ പഠിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ അതാത് കോളേജുകളാണ് ചെയ്യേണ്ടത്. പോളിടെക്നിക്കുകളിലും ITIകളിലും പഠനം പൂർത്തിയാക്കി ഇപ്പോഴും തൊഴിലന്വേഷകരായി തുടരുന്ന വിദ്യാർത്ഥികൾക്കും നൈപുണ്യ പരിശീലനം നൽകും. ഡിസംബറിൽ സംഘടിപ്പിക്കുന്ന തൊഴിൽ മേളയിലൂടെ ഇവർക്ക് ജോലി നൽകുന്നതിനുള്ള പ്രവർത്തനവും ഇതോടൊപ്പം നടക്കും. ആസൂത്രണ ഭവനിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വിജ്ഞാന കേരളം തൃശൂർ ജനറൽ കൺവീനർ KV ജ്യോതിഷ് കുമാർ, KDISC മെമ്പർ സെക്രട്ടറി ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ് തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. പുതുതായി നിർമ്മിച്ച ദേശീയപാതയുടെ ഇരുഭാഗങ്ങളിലുമുള്ള സർവീസ് റോഡുകൾ 2 ഭാഗത്തെയും ഗതാഗതം അനുവദിച്ചതായി അധികൃതർ അറിയിച്ചു. വിവരാവകാശ അപേക്ഷയുടെ മറുപടിയിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിന് മുൻപ് പ്രാദേശിക യാത്രകൾക്ക് ഉപയോഗിച്ചിരുന്ന റോഡിന് പലയിടത്തും 8ഉം 9ഉം മീറ്റർ വീതിയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള സർവീസ് റോഡുകൾക്ക് 6.5 മീറ്റർ മാത്രമാണ് വീതി. പലയിടങ്ങളിലും ഇതിനെ ചൊല്ലി വാഹനം ഓടിക്കുന്നവർ തമ്മിൽ സംഘർഷമുണ്ടാവുന്നത് പതിവായിരുന്നു. ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്ക് ഭരണസമിതി അസാധുവാക്കിയ റിസർവ് ബാങ്ക് നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാകാമെന്ന് ഭരണസമിതി ചെയർമാനായിരുന്ന MP ജാക്സൺ ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടപടിക്ക് പിന്നിൽ BJPയുടെ അജണ്ട ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ബാങ്കിൽ RBI നടപടി വന്ന ഘട്ടത്തിൽ BJPയുടെ ദേശീയ നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ താൻ താൽപര്യം പ്രകടിപ്പിച്ചില്ല. RBI നടപടികളെ നിയമപരമായി ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും MP ജാക്സൺ പറഞ്ഞു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഈ മാസം 28-ന് ഉദ്ഘാടനം ചെയ്യുന്നതോടെ തൃശൂർ നഗരത്തിലെ മൃഗശാലയുടെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. മാനുകൾ ഒഴികെ മുഴുവൻ മൃഗങ്ങളെയും തൃശൂരിൽ നിന്ന് ഉടൻ മാറ്റും. സഫാരി പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയായാൽ മാനുകളെയും പുത്തൂരിലെത്തിക്കും. തൃശൂർ മൃഗശാലയിലെ സ്ഥിരം ജീവനക്കാരെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി നിയമിക്കാനും തീരുമാനമായി. റവന്യൂ മന്ത്രി K രാജൻ, വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി മിൻഹാജ് ആലം, മൃഗശാല ഡയറക്ടർ മഞ്ജുള ദേവി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ജില്ലയിൽ 2 കുപ്രസിദ്ധ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തി. ബേജാർ നബീൽ എന്ന നബീലിനെ കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് ജയിലിലാക്കി. ആനസജി എന്ന സജിയെ കാപ്പ ചുമത്തി നാടുകടത്തി. ഈ വർഷം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 61 പേരെ കാപ്പ പ്രകാരം ജയിലിൽ അടച്ചു. 130 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തിയും മറ്റുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നും റൂറൽ പോലീസ് അറിയിച്ചു. ഡോർ തുറന്നു വെച്ച് സർവീസ് നടത്തിയ KSRTC ബസ്സിന് പിഴ ചുമത്തി. തൃശൂർ പൊള്ളാച്ചി റൂട്ടിലോടുന്ന KSRTC ബസ്സിനാണ് തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം 2000 രൂപ പിഴ ചുമത്തിയത്. മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്ക് വെട്ടേറ്റ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഡോക്ടർമാർ KGMOയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച പ്രതിഷേധ ദിനം ആചരിക്കും. കോഴിക്കോട് ജില്ല ഒഴികെ മറ്റ് ജില്ലകളിൽ ജോലി ബഹിഷ്കരിക്കില്ലെന്ന് KGMOയെ ഭാരവാഹികൾ അറിയിച്ചു. ആശുപത്രികൾ അതിസുരക്ഷാ മേഖലകളായി പ്രഖ്യാപിക്കുക, എല്ലാ പ്രധാന ആശുപത്രികളിലും പോലീസ് ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിക്കുക,
തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത്. ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ തൃശൂർ കോർപ്പറേഷൻ വികസന സദസ്സ് സംഘടിപ്പിക്കുന്നു. LDFന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണസമിതി കാലാവധി പൂർത്തിയാക്കാൻ പോകുന്ന വേളയിലാണ് ഇതുവരെയുള്ള നേട്ടങ്ങളും വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിലെത്തിക്കാൻ വെള്ളിയാഴ്ച ടൗൺ ഹാളിൽ വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത്. സദസ്സിനോടനുബന്ധിച്ച് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഈ കൗൺസിൽ നടപ്പിലാക്കിയ വിവിധങ്ങളായ പദ്ധതികളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രദർശനം, വിവരണങ്ങൾ, കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ, ആദരിക്കൽ ചടങ്ങ് എന്നിവയും നടക്കും. ഈ ഭരണസമിതി 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ 500 മുകളിൽ പദ്ധതികൾ ജനങ്ങൾക്കായി സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഇതോടൊപ്പം യുനെസ്കോയുടെ അന്തർദേശീയ അംഗീകാരമായ ലേണിംഗ് സിറ്റിയും ദേശീയ തലത്തിൽ ശക്തനിലെ ആകാശപാതയ്ക്കും അർബൻ അഫയേഴ്സിന്റെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡും മാലിന്യ സംസ്കരണ രംഗത്ത് നാഷണൽ റാങ്കിങ്ങിൽ 58ാം സ്ഥാനത്തേക്ക് മുന്നേറുന്നതിനും സ്വച്ഛ് സർവേഷൻ സർവേയിൽ സംസ്ഥാനത്ത് ഒന്നാമതാവാനും ഗാർബേജ് ഫ്രീ സിറ്റി പദ്ധതിയുടെ സ്റ്റാർ റേറ്റിംഗിൽ ഇടം പിടിക്കുന്നതിനും സംസ്ഥാനത്തെ വൃത്തി കോൺക്ലേവിൽ 2ാം സ്ഥാനം ലഭിക്കുന്നതിനും സംസ്ഥാന പൊല്യൂഷൻ ബോർഡിന്റെ ആശുപത്രികൾക്കുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ് കാറ്റഗറിയിൽ 1ാം സ്ഥാനം ലഭിക്കാനും സാധിച്ചത് ഏറെ അഭിമാനത്തോടെ പറയട്ടെ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും മുൻപ് പ്രധാനപ്പെട്ട ഉദ്ഘാടനങ്ങളും നിർമ്മാണ ഉദ്ഘാടനങ്ങളും പൂർത്തിയാക്കാനാണ് ഭരണസമിതിയുടെ ലക്ഷ്യം. ലാലൂരിലെ IM വിജയൻ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ്, അതിദരിദ്രർക്കുള്ള മാറ്റാമ്പുറത്തെ ഫ്ളാറ്റ് കൈമാറൽ, പാലസ് ഗ്രൗണ്ട് നവീകരണം, സംസ്ഥാനത്തെ ആദ്യ അനിമൽ ക്രിമിറ്റോറിയം, 55 ഡിവിഷനുകളിലേക്ക് 200 ഹൈമാസ്റ്റ് ലൈറ്റുകൾ, മുളയം കുടിവെള്ള പദ്ധതി, ജനറൽ ആശുപത്രിയിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ സമർപ്പണവും വിവിധ പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും ഇക്കാലയളവിൽ നടത്തും. കോർപ്പറേഷന് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയതിന്റെ ഭാഗമായി ശുചിത്വ മിഷന്റെ നിർദ്ദേശപ്രകാരം 7 സ്റ്റാർ പദവിയുള്ള പനാജി സിറ്റി കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും സന്ദർശിക്കും. മാലിന്യ സംസ്കരണം പഠനാർത്ഥമായി നടത്തുന്ന യാത്രയുടെ ചിലവുകൾ സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0 കപ്പാസിറ്റി ബിൽഡിംഗ് ഫണ്ടിൽ നിന്നും ലഭ്യമാക്കും. ഇതൊരു അംഗീകാരമാണെന്നും മേയർ MK വർഗീസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വർഗീസ് കണ്ടംകുളത്തി, PK ഷാജൻ, സാറാമ റോബ്സൺ എന്നിവരും പങ്കെടുത്തു. TCV തൃശൂർ. ദേശീയപാതയിൽ മുരിങ്ങൂർ അടിപ്പാതയ്ക്ക് സമീപം കാർ സ്കൂട്ടറിലിടിച്ച് വീട്ടമ്മ മരിച്ചു. കൊരട്ടി തിരുമുടിക്കുന്ന് ശ്രാമ്പിക്കൽ തെക്കിനിയത്ത് ഫ്രാൻസിസിന്റെ ഭാര്യ 53 വയസ്സുള്ള ഷൈനിയാണ് മരിച്ചത്. ചാലക്കുടിയിലെ ആശുപത്രിയിൽ ഡോക്ടറെ കണ്ട ശേഷം ഇളയ മകൻ ജിബിനോടൊപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. അങ്കമാലി ഭാഗത്തേക്ക് പോയിരുന്ന കാർ പിന്നിൽ നിന്നും പാഞ്ഞെത്തി ഇവരെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. അടിയിൽ കുടുങ്ങിയ സ്കൂട്ടറുമായി കാർ കുറച്ചു ദൂരം മുന്നോട്ട് പോയി. ഓടിക്കൂടിയ നാട്ടുകാർ പരിക്കേറ്റ വീട്ടമ്മയെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ നഗരത്തിൽ KSRTC റോഡ് ഇന്റർലോക്ക് ടൈൽ വിരിക്കുന്നതിന്റെ ഭാഗമായി വെളിയന്നൂർ ദിവാഞ്ചിമൂല റോഡിൽ വ്യാഴാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കൂർക്കഞ്ചേരി, ഒല്ലൂർ, മാതൃഭൂമി ജംഗ്ഷൻ വഴി ദിവാഞ്ചിമൂല ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾ കൊക്കാല ജംഗ്ഷൻ, എമറാൾഡ് ജംഗ്ഷൻ, ദിവാഞ്ചിമൂല, ചെട്ടിയങ്ങാടി വഴി പോകേണ്ടതാണ്. KSRTC സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കേണ്ട വാഹനങ്ങൾ പടിഞ്ഞാറെ ഗേറ്റ് വഴി ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടതും വടക്കേ ഗേറ്റ് വഴി പുറത്തേക്ക് പോകേണ്ടതുമാണെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. കേരളത്തിൽ നവോത്ഥാന നായകരുടെ ഏറ്റവും കൂടുതൽ ജീവചരിത്രമെഴുതി ശ്രദ്ധേയനായിരിക്കുകയാണ് തൃശൂർ കണിമംഗലം സ്വദേശി VU സുരേന്ദ്രൻ. 45 വർഷത്തെ എഴുത്ത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയത് കോവിഡ് കാലത്താണ്. അധ്യാപകനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥനുമായിരുന്ന കണിമംഗലം സ്വദേശി വൈലോപ്പിള്ളി വീട്ടിൽ VU സുരേന്ദ്രനാണ് ജീവചരിത്ര രചനയിൽ ശ്രദ്ധേയനായിരിക്കുന്നത്. ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, VT ഭട്ടതിരിപ്പാട്, വൈകുണ്ഠസ്വാമികൾ, വാഗ്ഭടാനന്ദ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, സഹോദരൻ അയ്യപ്പൻ, ബോധാനന്ദ സ്വാമികൾ, TK മാധവൻ, അർണോസ് പാതിരി, ഡോക്ടർ പൽപ്പു തുടങ്ങി ഒട്ടനവധി മഹാരഥന്മാരുടെ ജീവചരിത്രങ്ങളാണ് ഇദ്ദേഹം രചിച്ചിട്ടുള്ളത്. 80-ലധികം പുസ്തകങ്ങൾ എഴുതി. 12-ലധികം പുസ്തകങ്ങൾ ഇനി ഇറങ്ങാനുണ്ട്. ചരിത്രത്തിൽ MA ബിരുദം നേടിയ ഇദ്ദേഹം 30 വർഷത്തിലേറെക്കാലം അധ്യാപകനായിരുന്നു. KG ശങ്കരപ്പിള്ള, ആറ്റൂർ രവിവർമ്മ, MGS നാരായണൻ എന്നിവരുടെ ശിഷ്യനാണ് സുരേന്ദ്രൻ. അബുദാബി ശക്തി പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സത്യസന്ധമായ രീതിയിലാണ് നവോത്ഥാന നായകരുടെ ജീവിതം താൻ പഠന വിഷയമാക്കിയിരിക്കുന്നതെന്ന് സുരേന്ദ്രൻ പറയുന്നു. കേരളം പിറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ജീവചരിത്ര പഠനങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്നും VU സുരേന്ദ്രൻ പറഞ്ഞു.
എൻ്റെ ഈ പുസ്തകങ്ങൾ ഇറങ്ങാനുള്ളതും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10-23 പേരുടെ ജീവചരിത്രങ്ങളാവും എഴുതിയിട്ടുണ്ട് ഞാൻ. അത് അധികവും ബ്രാഹ്മണ്യത്തിനെതിരെ സമരം നടത്തിയിട്ടുള്ള നവോത്ഥാന നായകരുടെ ജീവചരിത്രങ്ങളാണ്. അത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. ഇന്ന് ജാതീയതയും ബ്രാഹ്മണ്യവും ഒക്കെ തിരിച്ചു വരുന്ന കാലഘട്ടത്തിൽ കേരളം പുറകോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം ജീവചരിത്ര പഠനങ്ങൾക്ക് പുസ്തകത്തിന് വളരെ പ്രസക്തി ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. വിശാലമായ ഒരു ലൈബ്രറിയും ഇദ്ദേഹം വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. 3000-ലധികം പുസ്തകങ്ങൾ ഇതിനോടകം തന്നെ വായനശാലകൾക്ക് സൗജന്യമായി നൽകി കഴിഞ്ഞു. കാലടി യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിരമിച്ച ഷീജയാണ് ഭാര്യ. മകൾ ഡോക്ടർ അശ്വതി, മകൻ ആകാശ് എന്നിവരും സുരേന്ദ്രന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട്. TCV തൃശൂർ. വാടാനപ്പള്ളിയിൽ നടുറോഡിൽ വാളുമായി യുവാവിനെ ആക്രമിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കുപ്രസിദ്ധ ഗുണ്ട ഹരീഷിനെയും കൂട്ടാളി ജിത്തുവിനെയും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അഞ്ചങ്ങാടി സ്വദേശി രായമരിക്കാർ വീട്ടിൽ സജീറിനെ ആക്രമിച്ച കേസിലാണ് നടപടി. പ്രതിയായ ഹരീഷ് 46 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ജിത്തുവിനെതിരെ 7 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്നും പോലീസ് അറിയിച്ചു. വർക്കേഴ്സ് കോർഡിനേഷൻ കൌൺസിലും ഇസ്കഫ് ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇസ്കഫ് വൈസ് പ്രസിഡന്റ് സിജോ പൊറത്തൂർ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ കൌൺസിൽ അംഗം KP സന്ദീപ്, R ഹരീഷ് കുമാർ, CK ജയപ്രകാശ്, TV രാമചന്ദ്രൻ, MK ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. അവിടെ മനുഷ്യരും കുട്ടികളെയും യുദ്ധത്തിന്റെ ഭാഗമാക്കരുത് എന്നുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ടുകളെല്ലാം തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ ക്രൂരതയ്ക്ക് ഇരയായി പ്രാണനു വേണ്ടി പിടഞ്ഞ തെരുവ് നായിയെ തിരികെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് കയറ്റി സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ മാതൃകയായി. ഫയർഫോഴ്സ് കൈയൊഴിഞ്ഞതോടെ വെറ്റിനറി സർജന്റെ സഹായത്തോടെ 3 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തെരുവ് നായയെ രക്ഷിച്ചത്. ഗുരുവായൂർ കമ്പിപ്പാലം റോഡിലെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിനുള്ളിലാണ് തെരുവ് നായ അവശനിലയിൽ കഴിഞ്ഞിരുന്നത്. നിർമ്മാണ തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്നാണ് പ്രബീഷ് സ്ഥലത്തെത്തിയത്. ആഴ്ചകളായി അരയിൽ മുറുകിയ വാഹനത്തിന്റെ കേബിൾ അടിഭാഗത്ത് മാത്രമാണ് കാണാനുണ്ടായിരുന്നത്. ബാക്കി ഭാഗങ്ങൾ മാംസം വന്ന് മൂടിയ നിലയിലായിരുന്നു. വല ഉപയോഗിച്ച് നായയെ പിടികൂടി കേബിൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ശരീരത്തിൽ ആഴ്ന്നിറങ്ങിയതിനാൽ സാധിച്ചില്ല. ഇതേ തുടർന്നാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. അവരും നിസ്സഹായരായതോടെ പൂക്കോട് വെറ്റിനറി സർജൻ ഡോക്ടർ CR പ്രശാന്തിനെ വിവരമറിയിച്ചു. ഡോക്ടർ എത്തി അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അടിഭാഗത്തെ കുരുക്കുവീണ കേബിൾ മുറിച്ചുമാറ്റി. ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി കേബിൾ നീക്കം ചെയ്യാൻ ശ്രമിക്കാതിരുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. കുരുക്ക് മുറുകിയ ഭാഗത്ത് പഴുപ്പ് കണ്ടതിനാൽ വേദന സംഹാരിയും ആന്റിബയോട്ടിക്കും നൽകി. വെള്ളവും ഭക്ഷണവും കഴിച്ചതോടെ നായ ഉഷാറായി ഓടിപ്പോയി. പഴുപ്പിന് ശമനമായില്ലെങ്കിൽ മേജർ ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് ഡോക്ടർ പറഞ്ഞു. ശസ്ത്രക്രിയ ആവശ്യമായി വരികയാണെങ്കിൽ അതിനും തയ്യാറാണെന്ന് പ്രബീഷ് അറിയിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന സത്യസായി പ്രേമവാഹിനി രഥയാത്രയ്ക്ക് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ സ്വീകരണം നൽകി. സ്വീകരണ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി പ്രൊഫസർ TK ദേവനാരായണൻ നേതൃത്വം നൽകി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന തൃശൂരിലെ പര്യടനത്തിന് ശേഷം രഥയാത്ര എറണാകുളം ജില്ലയിൽ പ്രവേശിക്കും. ഏപ്രിൽ 24-ന് പുട്ടപർത്തിയിൽ നിന്ന് പുറപ്പെട്ട യാത്ര സെപ്റ്റംബർ 25-നാണ് കേരളത്തിൽ പ്രവേശിച്ചത്. ഈ മാസം 25-ന് പാറശാല വഴി തമിഴ്നാട്ടിൽ പ്രവേശിക്കുന്ന രഥയാത്ര നവംബർ 26-ന് പുട്ടപർത്തിയിൽ തിരിച്ചെത്തും. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തിരൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. മുളങ്ങന്തക്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് KJ ദേവസി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് സ്കൂൾ പ്രധാന അധ്യാപികയുമായ സിസ്റ്റർ ആഗ്നസിനെ ചടങ്ങിൽ ആദരിച്ചു. ഈസ്റ്റ് ഉപജില്ലാ AEO ജീജ വിജയൻ, കോലഴി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ രവീന്ദ്രൻ, സ്കൂൾ മാനേജർ ഫാദർ പോൾസൺ പാലത്തിങ്കൽ, സ്കൂൾ പ്രിൻസിപ്പാൾ PJ ജോഫി തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉപജില്ലയിലെ 90 സ്കൂളുകളിൽ നിന്നായി 2800 വിദ്യാർത്ഥികൾ പങ്കെടുത്തു.
ശാസ്ത്രോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് അയ്യന്തോൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാ ദി ബാരിസ്റ്റർ ലെക്ചർ സീരീസിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രമ്യ മേനോൻ നിർവഹിച്ചു. അഡ്വക്കേറ്റ് CT ഷാജി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഫെബിൻ ജെയിംസ്, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S അജി, അഡ്വക്കേറ്റ്സ്മാരായ ജോസ് മേച്ചേരി, PN സുരേഷ്, പ്രീത, R മനീഷ്, MC മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആനന്ദപുരത്ത് 17-കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നെല്ലായി ആലത്തൂർ സ്വദേശി അഴകത്ത് കൂടാരത്തിൽ വീട്ടിൽ ഗോകുലാണ് അറസ്റ്റിലായത്. 6-ന് രാത്രിയിലായിരുന്നു സംഭവം. ആനന്ദപുരം പള്ളിയിൽ മ്യൂസിക് ബാൻഡ് നടക്കുന്നതിനിടെ കുട്ടിയെ കഴുത്തിൽ പിടിച്ചുകൊണ്ടുപോയി സെമിത്തേരിയിൽ വെച്ച് മരവടി കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. ഇടയാട്ടുമുറി സ്വദേശിയായ കുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിലാണ് അറസ്റ്റ്. 2 ദിവസം മുമ്പ് പ്രതിയുടെ സുഹൃത്തുക്കളുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് SHO ആദം ഖാൻ, SIമാരായ N പ്രദീപ്, AV ലാലു, ജയചന്ദ്രൻ, ASIമാരായ ജോബി, ഹരിലാൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊരട്ടി അങ്ങാടിക്ക് സമീപം ട്രെയിനിടിച്ച് തമിഴ്നാട് സ്വദേശിയായ യുവാവ് മരിച്ചു. കൊരട്ടി JTS ജംഗ്ഷനിലെ ഹോട്ടൽ ജീവനക്കാരൻ 28 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. 6 മാസമായി കൊരട്ടിയിലെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന യുവാവ് നാട്ടിലേക്കാണെന്ന് പറഞ്ഞ് ചൊവ്വാഴ്ചയാണ് പോയത്. കൊരട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി വാണിജ്യം. കമ്പ്യൂട്ടർ, അക്കൌണ്ടിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ്, മാനേജ്മെന്റ് കോഴ്സുകളുടെ പഠനരംഗത്ത് തൃശൂരിലെ പ്രമുഖ സ്ഥാപനമായ എക്സലൻസ് കോളേജിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ആരംഭിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിന് സമീപം ദേവമാതാ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന എക്സലൻസ് കോളേജിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് ബസ്റ്റർ മൂവി കാന്താരയിലെ നായകൻ ഋഷഭ് ഷെട്ടിക്ക് ശബ്ദം നൽകിയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് RJ സുരാജ് പുതിയ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. ഡബ്ബിംഗ് ഡയറക്ടർമാരായ അശ്വിൻ ഖനാൽ, നിർമ്മൽ, ആർട്ടിസ്റ്റുമാരായ G വേണുഗോപാൽ, രാജൻ ഇടുക്കി എന്നിവർ വിശിഷ്ടാതിഥികളായി. എക്സലൻസ് കോളേജ് CEO സന്ദീപ് വിശിഷ്ടാതിഥികളെ ആദരിച്ചു. ചടങ്ങിൽ വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം വിശിഷ്ടാതിഥികൾ നിർവഹിച്ചു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ലോഞ്ചിങ്ങിനോടനുബന്ധിച്ച് എക്സലൻസ് കോളേജ് ഗ്രാൻഡ് ഗിവ് അവേ ഓഫർ പ്രഖ്യാപിച്ചു. കോഴ്സിന് ചേരാൻ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന 5 പേർക്ക് 1 മാസം മുതൽ 1 വർഷം വരെ ദൈർഘ്യമുള്ള ഏതെങ്കിലും പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സ് സൗജന്യമായി പഠിക്കാനുള്ള അവസരം നൽകും. കൂടാതെ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും 50% സ്കോളർഷിപ്പും ലഭിക്കും. എന്റർപ്രണർഷിപ്പ് മാനേജ്മെന്റ്, UI UX ഡിസൈനിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്, ടാലി പ്രൈം വേർഷൻസ് 6.2, SAP, പവർ BI, എക്സൽ അഡ്വാൻസ് തുടങ്ങിയ കോഴ്സുകൾക്ക് വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനം ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവയ്ക്കും സൗകര്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9895 57 5777. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,360 രൂപ, പവന് 90,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്. CPM ആവശ്യപ്പെട്ടാലും താൻ മത്സരിക്കില്ലെന്ന് മേയർ. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ പിടിമുറുക്കി ED. പാലിയേക്കരയിലെ വാഹന ഷോറൂം ഉൾപ്പെടെ 17 ഇടങ്ങളിൽ ED പരിശോധന നടത്തി.
തൃശൂർ കോർപ്പറേഷൻ ഫുട്ബോൾ സ്റ്റേഡിയം സൂപ്പർ ലീഗ് കേരള ടീമിനെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് താൽക്കാലിക വിരാമം. മേയർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് വിവാദങ്ങൾക്ക് വിരാമമായത്. മെയിന്റനൻസ് ചെയ്യാൻ മാത്രമാണ് ഗ്രൗണ്ട് മാജിക് FC ക്ലബിനെ കൊടുക്കുന്നതെന്ന് മേയർ. വരന്തരപ്പള്ളി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രഷർ രോഗികൾക്ക് നൽകിയ ഗുളിക ഗുണനിലവാരമില്ലാത്തതാണെന്ന് പരാതിയെ തുടർന്ന് ഗുളികയുടെ വിതരണം നിർത്തിവച്ചു. ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവ് ചികിത്സ ലഭിക്കാതെ മരിച്ച സംഭവത്തിൽ വിശദീകരണ കുറിപ്പുമായി റെയിൽവേ. വീഴ്ച പറ്റിയിട്ടില്ലെന്ന വിശദീകരണം. അന്വേഷണത്തിന് നിർദ്ദേശം നൽകി റെയിൽവേ പോലീസ്. കൊയ്ത്ത് കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒന്നാം വിളയുടെ നെല്ല് സംഭരിക്കാൻ സപ്ലൈകോ വൈകുന്നതിൽ കർഷകർ ദുരിതത്തിൽ. തിരുവില്ലാമല പഞ്ചായത്തിലെ പല പാടശേഖരങ്ങളിൽ നെല്ല് സംഭരണം എങ്ങും എത്തിയില്ലെന്ന് കർഷകർ. കായികാധ്യാപകരുടെ നിസ്സഹകരണം റവന്യൂ ജില്ലാ കബഡി മത്സരത്തിലും പ്രതിഫലിച്ചു. മത്സരങ്ങൾ പൂർത്തിയാക്കിയത് രാത്രി വൈകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.